ഭയങ്കര മൂഡ്. കുറച്ച് സമാധാനത്തിരിക്കാം. ആത്മീയതയുണ്ട്, ആത്മീയതയുണ്ട്. അശനെ 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 അനങ്ങുന്നില്ലല്ലോ. സമാധി ആയെന്ന് തോന്നുന്നു. സ്ലാബിട്ട് മൂടിയാക്കി കൊറേ കാലമായി ഞങ്ങളെ. സമാധി ആയത് നല്ല കാര്യായി. സമാധി സമാധി ആയില്ലായിരുന്നു. സമാധി ഒറ്റ വെച്ചോ മനുഷ്യൻ എവിടെയെങ്കിലും സമാധാനത്തെ ഇരിക്കുമ്പോ ഉടനെ സമാധി. ഇരിക്കാനും പറ്റത്തില്ലല്ലോ. അനക്കൊന്നില്ലാത്തോണ്ട് ഞാൻ കരുതി സമാധി ആയെന്ന്. സമാധി ആരെങ്കിലും എവിടെയെങ്കിലും 2 മിനിറ്റ് അനക്കമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് സമാധി ആക്കോടോ. പിന്നെ മോളോട്ട് നോക്കിയിരുന്ന എന്തിനെ സമാധി ആവാനല്ലെങ്കിൽ? പിന്നെ മോളോട് നോക്കിയിരുന്ന ഉടനെ അങ്ങ് സമാധി ആണോടോ? ഇങ്ങനെ ഇരിക്കുന്നത് സമാധിയാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഇങ്ങനെ അനങ്ങാതിരുന്ന ഒരു കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ശ്വാസം ഇല്ലായിരുന്നെന്ന് കുറച്ചു നേരം. എടോ, ഞാനൊന്ന് സമാധാനത്തെ എന്റെ ഹൃദയ പ്രവർത്തനം എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് ഒന്ന് ശ്വാസം പിടിച്ചിരുന്നാടോ. ഓഹോ, ഞാൻ കരുതി സമാധിയായിരുന്നു. സമ്മതിക്കില്ല. എന്റെ ആശാൻ എനിക്ക് തിരിച്ചിട്ടോ. എനിക്ക് എന്റെ ഒരു നിമിഷം എന്റെ ചങ്ക് അങ്ങ് പറഞ്ഞു പോയി. ആശാൻ ഇങ്ങാനും സമാധി ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കായിരുന്നു. അയ്യോ, സമാധി എന്തുവാടോ? സമാധി എന്ന് പറഞ്ഞാൽ എന്തുവാടോ? പിന്നെ കഞ്ഞി കുടിച്ചിട്ട് ബിപിയുടെ മരുന്നും കഴിച്ചിട്ട് പോയി ഇരിക്കുന്നതാണോ സമാധി? സമാധി എന്ന് വെച്ചാൽ എന്തോ എനിക്കറിഞ്ഞൂടാ. സമാധി മരിച്ചു പോകുന്നതാണ് അത്ര സമാധി. വിവരം ഇല്ലാത്ത കുറെ എണ്ണം. പിന്നെ മരിച്ചു കൊണ്ടതല്ലേ സമാധി? പിന്നെ ഒരുത്തരെ തല്ലിക്കൊന്ന് കൊണ്ടുപോയി ഒരു അലക്കുകല്ലിനകത്ത് വെച്ചിട്ട് സ്ലാബ് ഇട്ട ഉടനെ അങ്ങ് സമാധി. അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല. എന്നിട്ട് വികാരം വ്രണപ്പെടുത്തിയത്. അത് വികാരം വ്രണപ്പെടുത്തിയത് അങ്ങനെ കുറെ മണ്ടന്മാരുടെ. അയ്യോ, നെയ്യാറ്റിൻകരയിലെ സംഭവല്ലേ പറഞ്ഞു വരുന്നത്? അത് പിന്നെ അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന്. അച്ഛൻ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നോ? നിങ്ങൾ തന്നോട് പറഞ്ഞായിരുന്നോടോ? ഇല്ല, മക്കള് പറയുന്നുണ്ട്. മക്കളെടുത്തും ഭാര്യയെടുത്തും അല്ലാതെ പിന്നെ വേറെ ആർക്കെങ്കിലും പറയുമോ? നേരെ കൊണ്ടിരുത്തി ശ്വാസം വലിച്ചു വെച്ച് അച്ഛൻ അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങള് ചുടുകല്ലൊക്കെ എടുത്ത് വെച്ച് സ്ലാബ് ഇട്ടങ്ങ് മൂടി. എന്നിട്ട് സമാധിയാണെന്ന്. പിന്നെ ഒരാള് സമാധിയാകുന്നത് 1/2 മണിക്കൂർ കൊണ്ടാണ്. എണീച്ചു പോടും. പിന്നെ എന്ത് സമയം അവർക്ക് എല്ലാം അറിയാം. അവർക്ക് എല്ലാം അറിയാം. എന്നിട്ട് അച്ഛൻ കൈലാസത്തിലോട്ട് പോകുന്നത് കണ്ടെന്ന് മോൻ ടാറ്റയും കാണിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അച്ഛൻ പത്മപീഠക്കല്ലും മറ്റു സാധനങ്ങളും ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു. അവന്റെ അച്ഛന്റെ മൈലാടിക്കല്ല് മിണ്ടരുത് കേട്ടല്ലോ. അച്ഛൻ മൈലാടിക്കല്ല് നേരത്തെ ഉണ്ടാക്കി വെച്ചത്. ഓ, അച്ഛൻ പറഞ്ഞിരുന്നു. അവിടെ കണ്ടൊരു അലക്കുകല്ലുണ്ടായിരുന്നു. അത് ജവന്മാരെല്ലാം കൂടെ സിമെന്റ് വെച്ച് തേച്ച് ഉറപ്പിച്ചിട്ട് അങ്ങേരെ അതിനകത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് അച്ഛൻ 5 വർഷം മുമ്പേ മൈലാടിക്കല്ല് ഓർഡർ ചെയ്തായിരുന്നു എന്ന്. അച്ഛൻ അവരടുത്ത് അവന്റെ മൈലാടിക്കല്ല് അദ്ദേഹം അവിടെ ക്ഷേത്ര പൂജാദികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ അതനുസരിച്ച് പറഞ്ഞിരുന്നു മക്കളോട്. ഇത് ബിസിനസ്, പക്കാ ബിസിനസ്. ഇതിലൊക്കെ എന്ത് ബിസിനസ്? അയ്യോ, കേരളത്തിലെ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. നാം മിണ്ടരുത് കേട്ടല്ലോ. ഇനി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെയും കൂടെ പോയി പ്രാർത്ഥിക്കണമായിരിക്കും പ്രശ്നങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ട്. നല്ല വരുമാന മാർഗമാണല്ലോ. അല്ല, വച്ചടി അല്ല, മതം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വരുമാന മാർഗമാണല്ലോ. മതത്തെ തൊട്ട് കളിക്കരുത്. ഞങ്ങൾ ഇറങ്ങും. താനിപ്പോ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വിട്ടോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത് പള്ളി പോണവരുണ്ടല്ലോ. അതെ, നിങ്ങൾ സർക്കാരിനെ വേണം പറയാന്. നെയ്യാറ്റിൻകരയിലോട്ട് ചെന്നിട്ട് എല്ലാത്തിനും ചന്തയ്ക്ക് പിടിച്ച് 4 തല്ല് കൊടുത്തിട്ട് ഓർഡറാന്ന് പറയണം വീട്ടിലോട്ട്. അതെ, ആ പത്മപീഠക്കല്ലിൽ ആ അച്ഛൻ ഇരുന്നിട്ട് മക്കളെ അനുഗ്രഹിച്ചു. നന്നായി വാ ഞഞ്ഞായി വാന്നായിരിക്കും. അങ്ങനെയൊന്നും അല്ല, നീയൊക്കെ മുടിഞ്ഞു പോകൂടാന്നായിരിക്കും പറഞ്ഞത്. അങ്ങനെ അത് പിന്നെ അച്ഛൻ പ്രാണായാമം ചെയ്ത് കുംഭത്തിൽ ലയിച്ചു. അത് ആരും കാണാൻ പാടില്ല. എന്തിനെല്ലാരും കൂടി അത് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോണത്? അത് അവരുടെ വിശ്വാസമല്ലേ? അത് ആ ഒരു ചടങ്ങ് 41 ദിവസം നീണ്ടിരിക്കുന്ന ചടങ്ങാണ്. അത് അവർക്ക് പൂർത്തിയാക്കണം. അതിനിടയ്ക്ക് അത് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞു പോയാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതല്ലേ, അവര് ആത്മഹത്യയുടെ വക്കീലാണ്. അവർ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ തൊട്ടിട്ടല്ലാതെ ആ പീഡക്കല്ല് തൊടാൻ ആർക്കും കഴിയില്ല. വലിയ പ്രതിഷേധമല്ലേ അവർ ഇന്നലെ നടത്തിയത്. അതന്നെ, ഭയങ്കര വിശ്വാസമാണ്. അച്ഛന്റെ മറ്റേ ഇത് കല്ലറ പൊളിക്കാൻ പറ്റത്തില്ല. അത് പൊളിച്ചു കഴിഞ്ഞാ ദൈവകോപം ഉണ്ടാകും, നാട് നശിച്ചു പോകും. ഡോക്ടർ കാണാം അച്ഛന്റെ മൃതശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് കളങ്കപ്പെടും. നിങ്ങൾ വേണേ ഒരു കാര്യം ചെയ്തോ, മറ്റേ ഡിറ്റക്ടർ ഉപയോഗിച്ച് പുറത്തുകൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ചോളാം.
അപ്പൊ അതൊക്കെ അവനെ അറിയാം അല്ലയോ? പിന്നെ പീഠം പൊളിക്കാൻ സംഭവം എന്താണെന്നറിയാമോ? ഇത് കൊലപാതകം. എന്നിട്ട് ഇത് മറ്റേ ഒരു മതത്തിന്റെ കാർഡ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഇതുകൊണ്ട് കുറെ സംഘടനകൾ വന്നെങ്കിൽ മറ്റേ പ്രതിഷേധിച്ചോളുമല്ലോ. ആശാനെ അപ്പൊ നിയമത്തെ വെട്ടിക്കാനുള്ള ഒരു കളി. അങ്ങനെയെങ്കിൽ അവരത് പോസ്റ്റർ വെച്ച് നാട്ടുകാരെ അറിയിക്കോ അച്ഛൻ സമാധിയായി. അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ല, കുടുംബത്തോട് തലയ്ക്ക് വെളിവില്ല. അങ്ങനെയൊന്ന് പറയാം ആശാനെ. അങ്ങനെ ചെയ്തുവെങ്കിൽ അവരങ്ങനെ ഇത് പോസ്റ്റർ വെച്ച് നാട്ടുകാരെ അറിയിക്കോ അച്ഛൻ സമാധിയെന്ന്. ഇനി അവര് മൂടി വെക്കല്ലേ ഉള്ളൂ. അവര് പറഞ്ഞു നാട്ടുകാരെ അറിയിച്ചല്ലോ. അച്ഛൻ സ്വാമി ഗോപൻസ്വാമിയുടെ ശരിക്കുള്ള പേരെന്തുവായിരുന്നു? മണിയൻ അങ്ങനെ ആശാനൊന്നുമില്ല. അണ്ണൻ മറ്റേ വെട്ടുകേസിലെ പ്രതിയാ പണ്ട്. അണ്ണൻ പണ്ടത്തെ വെട്ടുകേസിലെ പ്രതിയായിരുന്നു. മണിയൻ, അതാണ് അണ്ണന്റെ പേര്, ശരിക്കുള്ള പേര്. വെട്ടുകേസിലെ പ്രതിയൊക്കെ ആയി നാട് വിട്ട് അവിടെ നെയ്യാറ്റിൻകരയെ വന്ന് സ്ഥലമൊക്കെ മേടിച്ച് വീട് വെച്ച് അവിടെ ഒരു അമ്പലവും പണിത്. പിന്നെ ഇവര് കുടുംബത്തോടെ അങ്ങ് മറ്റേ പൂജയും കർമ്മങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അയൽക്കാരൊക്കെ പറഞ്ഞു ഇവര് ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്തുമെന്ന്. അയൽവക്കത്ത് കുറച്ച് ഇങ്ങനെ എന്നിട്ട് മണിയാശാൻ പിന്നെ ചുമട്ട് തൊഴിലാളിയായിട്ട്, മണിയാശാനല്ല മണിയൻ ഈ മണിയനാണെ പിന്നെ ചുമട്ട് തൊഴിലാളിയായിട്ടൊക്കെ പ്രവർത്തിച്ചായിരുന്നു. അങ്ങനെ CITU-ലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ട് പിന്നെ പെൻഷൻ പറ്റിയതിന് ശേഷമാണ് അണ്ണന് മറ്റേ സന്യാസിയാവുന്നത്. പിന്നെ പക്ഷെ അണ്ണൻ മറ്റേ ഇത് ഇരിക്കുന്നതിന് മുമ്പേ, അതായത് സമാധി ഇരിക്കുന്നതിന് മുമ്പേ കഞ്ഞി കുടിച്ചായിരുന്നു, ബിപിയുടെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിച്ചായിരുന്നു. അതെന്തൊരു സമാധിയാണോ അത്? അതെനിക്ക് അറിഞ്ഞൂടാ. അതാണ് നാട്ടുകാരും ചോദിക്കുന്നത്. കിടപ്പിലായിരുന്ന മനുഷ്യനാണ്. അപ്പൊ കിടപ്പിലായിരുന്ന ഒരാൾ എങ്ങനെയാണ് സമാധി പീഠം വരെ നടന്നു പോയി സമാധിയാകുന്നത് എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോ എന്താ അറിയണം, എല്ലാവർക്കും അത് അറിയണമെന്നാണ് അവര് പറയുന്നത്. അവരുടെ ആവശ്യം ന്യായമല്ലേ? ആണ്, ന്യായമാണ്. ഞങ്ങൾ അതിനൊട്ടും ഇതാക്കുന്നില്ല. പക്ഷെ അതെ, ഇപ്പൊ സമാധി പൊളിക്കരുത്. സമാധി പൊളിക്കുന്നത് എങ്ങനെയാണോ, അതെങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്താതെ എങ്ങനെയാണോ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയുന്നത്, അതോ സ്വാഭാവിക ഭരണമാണോ എന്ന്? അത് ആ കുടുംബം സമ്മതിക്കില്ലല്ലോ സമാധി പൊളിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? അവർ തടസ്സം നിൽക്കുകയല്ലേ. അവര് മാത്രമല്ലെന്ന്, മറ്റു സാമുദായിക മതപരമായിട്ടുള്ള നേതാക്കളൊക്കെ അവർക്ക് കൂട്ടുണ്ട്, അവർക്ക് പിന്തുണയുണ്ട്, അവർക്ക് അഡ്വക്കേറ്റ് ഉണ്ട്. എല്ലാ അവരും നിയമസഹായം തേടിയിട്ടാണ് ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നത്. അപ്പൊ നിയമം ആർക്കൊപ്പം നിൽക്കും? പറ അത് പൊളിക്കാൻ വേണ്ടിട്ട് നാളെ ഞാൻ തന്നെ അങ്ങ് തല്ലി അങ്ങ് കൊന്നിട്ട് സ്ലാബ് ഇട്ട് മൂടിയിട്ട് സമാധിയാന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ വെറുതെ ഇരിക്കില്ല. അതാണ് കാര്യം, മനസ്സിലായില്ലേ? പക്ഷെ ഇത് വീട്ടുകാരാണ് സമ്മതിക്കാത്തത്. അതാണ് പോയിന്റ്. എന്നെ കൊന്ന് എന്റെ വീട്ടുകാരെ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ അച്ഛനല്ല അമ്മ ഭാര്യ. നിയമം അനുസരിച്ച് ഒരു മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് അച്ഛനാണേലും കൊച്ചച്ഛനാണേലും ചെറിയച്ഛനാണേലും അല്ല തന്റെ ഉപ്പുപ്പാന്റെ വല്ലവരും ആണേലും കല്ലറ പൊളിക്കും കേട്ടോ. അതേ ഏവന്റെ കല്ലറയാണേലും. അപ്പൊ അവരെ വിശ്വാസം അപ്പൊ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട നരബലി നടന്നു. അത് നിങ്ങൾ വിശ്വാസമാണെന്ന് പറയുമോ? പണയോടോ അത് അന്ധവിശ്വാസം, ആചാരം. അയ്യോ, അപ്പൊ ഇത് അന്ധവിശ്വാസമല്ല അല്ലയോ? അന്ധവിശ്വാസം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ കണക്കിലെടുക്കണം. സമാധി എന്ന് പറയുന്നത് മരണമല്ലടും മത്തങ്ങ തലയാ. പിന്നെ എന്തുവാ സമാധി? ഈ സമാധിക്ക് ഓരോരോ പ്രോസസ് ഉണ്ടോ? 8 ഘട്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് മറ്റേ പുരാണത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സമാധി കണ്ടിട്ട് തിരിച്ചു വന്ന മനുഷ്യന്മാര് വരെ ഉണ്ടോ, സന്യാസിമാര്. അപ്പൊ ആള് തിരിച്ചു വരുമായിരുന്നോ? അതെ, തിരിച്ചു വരുമെന്നുള്ളത് കൊണ്ടായിരിക്കും 11 സ്ലാബിട്ട് മൂടിയത്. അങ്ങനെയൊന്നും പറയരുത്. ഇന്നലെ എനിക്ക് മറ്റേ വിശ്വാസം ഉണ്ടായി, ഞാൻ സന്യാസിയാകുന്നു, ഇന്ന് ഞാൻ സമാധി ഇരിക്കുന്നു. 1/2 മണിക്കൂർ കൊണ്ട് സമാധി. എന്തൊരു പ്രോസസ് ആണോ അത്? അല്ലെ അവിടെ നിൽക്കുന്ന മറ്റേ ലവന്മാരുണ്ടല്ലോ, മറ്റേ എന്തോ വികാരം വ്രണപ്പെടുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ അവിടെ. അവന്മാർക്ക് എന്തോന്നറിയാവോ ഈ സമാധി? അവരത് എന്തൊക്കെയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ അതിന്റെ ഇടയ്ക്ക് വർഗീയ പരാമർശങ്ങളൊക്കെ വന്ന ആശാനെ. അതായത് ഇത് പൊളിക്കണമെന്ന് പറയുന്നില്ലേ, അതിൽ കുറച്ചുപേര് വർഗീയത വിളമ്പുകയാണ്, അല്ലെങ്കിൽ വർഗീയപരമായിട്ടൊക്കെ ഈ വിഷയം അങ്ങ് ആകെ കുഴഞ്ഞ് വഷളായി സംഭവം. ഇന്നലെ എന്തൊരു അടിയായിരുന്നു അവിടെ. ചേരി തിരിഞ്ഞായിരുന്നു അടി. ഇടയ്ക്ക് ആരോ വർഗീയത പറഞ്ഞു എന്ന്, വർഗീയപരമായിട്ട് സംസാരിച്ചു എന്ന്. അതിന്റെ പേരിൽ അവിടെ ഭയങ്കര അടിയായിരുന്നു. അതെ അതെ, നമ്മുടെ നാടിനൊരു മതപരമായിട്ടുള്ള ഐക്യതയില്ലേ, അത് ആ നാട്ടിൽ തകർക്കപ്പെട്ടു. അതെ, ചെറിയ രീതിയിൽ തകർക്കപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും വിഷയം വേറെ രീതിയിലൊക്കെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഗോപൻസ്വാമി ഒരു കോമഡി പീസായി മാറിയിട്ടുണ്ട്. എന്തായാലും
ഇനിയിപ്പോ എന്ത് കളക്ടർക്ക് എന്ത് ചെയ്യുമെന്തോ, പോലീസ് പൊളിക്കാൻ അവര് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ സമ്മതം ആർക്ക് വേണം പൊളിക്കാൻ? ദുരൂഹത ഉണ്ടേ പൊളിക്കും. അതിന് സമാധി അല്ല, ആരുടെ അലകുകല്ലാണേലും. എന്തായാലും അവരെ കാര്യം നടക്കട്ടെ, എല്ലാം ഒരു നല്ല രീതിയിൽ അവസാനിക്കട്ടെ അല്ലെ. ഒരു നാടിന്റെ ഇതൊന്നും വ്രണപ്പെടാതെ നിങ്ങളുടെ മുഖ്യൻ ഇടപെട്ടില്ലേ അത്? ഭരണകൂടം ഇടപെടുന്നുണ്ടല്ലോ. നാട്ടുകാർ പറയുന്നുണ്ട് അവിടെ കൂടെ ഒരു സമാധി വേണം. സബ് കളക്ടർ വന്നായിരുന്നു, അവിടെ വന്നായിരുന്നു. ഒരിക്കൽ കെട്ടിപ്പോയത് അതിനായിരിക്കും. അപ്പൊ നാട്ടുകാരിപ്പോ ആവശ്യപ്പെടുന്നത് നമുക്ക് ക്ലിഫ് ഹൗസിൽ ഒരു സമാധി കിട്ടിയാലോ. കല്ലിവിടെ കിടപ്പുണ്ട്, അതിനെക്കാട്ടി നല്ലൊരു സമാധി ഞാൻ ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ. നിങ്ങൾ മുഖ്യനെ പറയല്ലേ, എവിടെ വന്നാലും മുഖ്യനെ കൊണ്ടങ്ങ് എത്തിച്ചോണം. സമാധി ആയാലും കൊണ്ട് മുഖ്യനെ എത്തിച്ചോണം. ഞാൻ പോയി സമാധി പീഠം കൊണ്ട് കളയണ്ടേ. സമാധി മൂട്